ഹായ്, വെൽക്കം ടു ഐഷസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു KFC സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ KFC ഉണ്ടാക്കാനായിട്ട് എപ്പോഴും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ചിക്കനാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം വാഴ്ത്തി എടുത്ത് വെച്ചേക്കാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാൻ മറന്നുപോയി, അപ്പോൾ അതും കൂടെ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്തച്ചാൽ മതി. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനതിൻ്റെ കാര്യം വിട്ടുപോയതാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഓണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. സാധാരണ KFCയിലൊക്കെ നമ്മൾ ഓണിയൻ പൗഡറൊക്കെ ചേർക്കാറുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഓട്സ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ പീസസ് ഓരോന്നും ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഓട്സിൻ്റെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറായിരുന്നു കേട്ടോ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നത് വെച്ചേ. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് പുരട്ടിയെടുക്കാം. ഇതൊരു നാടൻ KFC എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഒറിജിനൽ KFC എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലത്തെ ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ. ചിക്കൻ പീസസ് ഓട്സിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കുന്നേക്കാളും നല്ലത് അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് കോട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.